ത്രിയേക ദൈവത്തിന് സ്തുതി. ഒരു സുപ്രഭാതം കൂടെ നമുക്ക് ഈ ഭൂമിയിൽ ചെയ്യിപ്പാൻ തക്കവണ്ണം നമ്മെ അനുഗ്രഹിച്ച നമ്മുടെ ദൈവത്തിന് ആദ്യമേ സ്തുതി കരയറ്റുന്നു. നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്തു യേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. അഗാപ്പൻ ബ്ലെസ്സിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിലെ തെറ്റുകളും പരാജയങ്ങളും ഓർത്ത് നമ്മൾ ഇന്ന് സ്വയം കുറ്റപ്പെടുത്തുകയാണോ? ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ്, ദൈവം എന്നെ കൈവിട്ടു, ഞാൻ എന്ത് യാചിച്ചാലും ഒന്നും കിട്ടുകയില്ല എന്ന് സ്വയം പ്രാഗിക്കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് നമ്മൾ. എങ്കിൽ നമ്മോട് കർത്താവ് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വചനമാണ് ഇന്ന് നിങ്ങളുമായിട്ട് ആലോചിക്കുന്നത്. വിശുദ്ധ മർക്കോസ് 2:17. AD 55-65 ഇടയിൽ അപ്പോസ്തലനായ പൗലോസിന്റെ കൂടെ ഉണ്ടായിരുന്ന മർക്കോസ് എഴുതിയതാണ് ഈ സുവിശേഷം. യേശുവിൻ്റെ പെട്ടെന്നുള്ള കരുണയെയും അത്ഭുതങ്ങളെയും വളരെ വേഗത്തിൽ രേഖപ്പെടുത്തുന്ന മർക്കോസ് യേശുക്രിസ്തു തൻ്റെ ഭൂമിയിലുള്ള ദൗത്യത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യം വെളിപ്പെടുത്തുന്ന ഭാഗമാണിത്. വചനം ഇപ്രകാരമാണ്: ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. ഞാൻ നീതിമാന്മാരെ അല്ല, പാപികളെ അത്രേ വിളിക്കുവാൻ വന്നത് എന്ന് പറഞ്ഞു. ഈ വചനം പ്രത്യാശയുടെ വചനമാണ്. കാരണം ഈ ലോകത്ത് ഒരിക്കലെങ്കിലും തെറ്റ് ചെയ്യാത്ത ഒരു മനുഷ്യൻ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. നാം എല്ലാവരും ജീവിതത്തിൽ പരാജയങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരാണ്. തെറ്റായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്, പശ്ചാത്തപിച്ച നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ നമ്മുടെ സ്വന്തം തെറ്റുകൾ കാരണം നാം നമ്മെ തന്നെ കുറ്റപ്പെടുത്താറുണ്ട്. എനിക്ക് ഇനി ഒരു അവസരമില്ല, എൻ്റെ ജീവിതം കഴിഞ്ഞു, ദൈവം എന്നെ സ്വീകരിക്കില്ല എന്നിങ്ങനെ പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ യേശുവിൻ്റെ സന്ദേശം അതല്ല. ആളുകൾ വെറുത്തിരുന്ന ലേവി എന്ന ചുങ്കക്കാരനെ യേശു തൻ്റെ ശിഷ്യനായി വിളിച്ചതിന് പിന്നാലെയാണ് ഈ സംഭവം നടക്കുന്നത്. ലേവി തൻ്റെ വീട്ടിൽ വെച്ച് യേശുവിനായി ഒരു വലിയ വിരുന്നൊരുക്കി. അവിടെ അനേകം ചുങ്കക്കാരും പാപികളും യേശുവിനോടൊപ്പം ഭക്ഷണത്തിനേർന്നു. ഇത് കണ്ട് പുറത്തു നിന്ന പരീശന്മാരും ശാസ്ത്രിമാരും പിറുപിറുത്തു, ഇവൻ എന്തുകൊണ്ടാണ് പാപികളോടൊപ്പം തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത്? ഇത് കേട്ടപ്പോഴാണ് യേശു ഈ ചരിത്ര പ്രസിദ്ധമായ മറുപടി നൽകിയത്. ഒരു ഡോക്ടർ എപ്പോഴും സമയം ചെലവഴിക്കുന്നത് ആരോഗ്യവാന്മാരുടെ കൂടെയല്ല, മറിച്ച് രോഗികളുടെ കൂടെയാണ്. കർത്താവിൽ പ്രിയ സഹോദരി സഹോദര, യേശു ഇവിടെ തറപ്പിച്ച് പറയുകയാണ്, ഭൂമിയിലെ മനുഷ്യരെ സുഖപ്പെടുത്താൻ വന്ന സ്വർഗീയ വൈദ്യനാണ് ഞാൻ. പരീശന്മാർ വിചാരിച്ചത് തങ്ങൾ പൂർണ്ണരാണെന്ന്, അതുകൊണ്ട് അവർക്ക് യേശുവിൻ്റെ ആവശ്യം തോന്നിയില്ല. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന പാപികൾക്ക്, രോഗികൾക്ക് തങ്ങൾ തകർന്നവരാണെന്ന ബോധ്യമുണ്ടായിരുന്നു. യേശു പറയുന്നത്, ഞാൻ നിന്നെ ഉപേക്ഷിക്കാൻ വന്നതല്ല, ഞാൻ നിന്നെ സൗഖ്യമാക്കാൻ വന്നതാണ്. ഒരു ആശുപത്രിയെക്കുറിച്ച് ചിന്തിക്കൂ. അവിടെ എത്തുന്നത് ആരോഗ്യന്മാരല്ല, രോഗികളാണ്. ഡോക്ടർ രോഗിയെ കണ്ടിട്ട് പറയില്ല, നീ രോഗിയാണ്, അതുകൊണ്ട് പുറത്തു പോകും. എന്താ അവൻ ചെയ്യുക? അവൻ ചികിത്സ നൽകും. അവനെ സുഖപ്പെടുത്താനായിട്ട് ചെയ്യേണ്ടതെല്ലാം കൃത്യസമയത്ത് തന്നെ ചെയ്യും. അതുപോലെ തന്നെ യേശു മനുഷ്യരെ കാണുന്നു. നമ്മുടെ തെറ്റുകൾ മാത്രമല്ല അവിടുന്ന് കാണുന്നത്, നമ്മുടെ സാധ്യതകളാണ് അവൻ കാണുന്നത്. മറ്റുള്ളവർ പരാജയം കാണുമ്പോൾ ദൈവം ഭാവി കാണുന്നു. മറ്റുള്ളവർ മുറിവുകൾ കാണുമ്പോൾ ദൈവം സൗഖ്യം കാണുന്നു. മറ്റുള്ളവർ അവസാനം എന്ന് പറയുമ്പോൾ ദൈവം തുടക്കം ഒരുക്കുന്നു. ഓർക്കുക, വിശുദ്ധ സഭ എന്ന് പറയുന്നത് വിശുദ്ധന്മാരെ പ്രദർശിപ്പിക്കുന്ന ഒരു മ്യൂസിയമല്ല, മറിച്ച് പാപികളും തകർന്നവരും സുഖം പ്രാപിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ്. നമ്മുടെ കുറവുകളോ പരാജയങ്ങളോ ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്നില്ല, മറിച്ച് ദൈവത്തെ നമ്മളിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ മുറിവുകൾ എത്ര വലുതാണെങ്കിലും അവൻ്റെ മുൻപിലേക്ക് സമർപ്പിക്കുക. ഇന്ന് നിങ്ങൾ തകർന്ന മനസ്സോടെയാണോ ഇരിക്കുന്നത്? പരാജയത്തിൻ്റെ ഭാരമാണോ വഹിക്കുന്നത്? കുറ്റബോധം നിങ്ങളെ അലട്ടുകയാണോ? അങ്ങനെയെങ്കിൽ ഈ വചനം നിങ്ങൾക്കുള്ളതാണ്, നമുക്ക് ഓരോരുത്തർക്കുമുള്ളതാണ്. ദൈവം നമ്മളെ തള്ളിക്കളയുന്നില്ല, കളയുകയുമില്ല. ദൈവം നമ്മളെ വിളിക്കുന്നു, മകനെ മകളെ എൻ്റെ അടുത്തേക്ക് വരൂ. നമ്മുടെ ജീവിതത്തിൽ മാറ്റം ആരംഭിക്കുന്നത് ഒരു സത്യസന്ധമായ തീരുമാനത്തിലൂടെയാണ്. കർത്താവേ, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. ഈ വാക്കുകൾ പറയാൻ കഴിയുന്ന സമയം മുതൽ ജീവിതത്തിൽ മാറ്റങ്ങൾ ആരംഭിക്കും. ഓർമ്മിക്കൂ, തെറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ വിലയില്ലാത്തവരാകുന്നില്ല. അവന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും.
നമ്മൾ ഓരോരുത്തരും യുണീക്കാണ്, അമൂല്യമാണ്. പരാജയപ്പെട്ടത് കൊണ്ട് നമ്മുടെ ഭാവി അവസാനിക്കുന്നില്ല. വീണുപോയത് കൊണ്ട് ദൈവം നമ്മളെ മറക്കുന്നില്ല. യേശു വന്നത് പൂർണ്ണരായവർക്കല്ല, ആവശ്യമുള്ളവർക്കാണ്, തകർന്നവർക്കാണ്, സഹായം തേടുന്നവർക്കാണ്. അതുകൊണ്ട് ഇന്ന് പ്രത്യാശ കൈവിടരുത്. ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഭൂതകാലത്തേക്കാൾ വലുതാണ്. ദൈവത്തിൻ്റെ കൃപ നമ്മുടെ തെറ്റുകളെക്കാൾ ശക്തമാണ്. ദൈവത്തിൻ്റെ പദ്ധതി നമ്മുടെ പരാജയങ്ങളെക്കാൾ മഹത്തായതാണ്. ഈ വചനം നമ്മുടെ ജീവിതത്തിൽ പുതിയ പ്രത്യാശയും പുതിയ ധൈര്യവും നൽകും. നമ്മുടെ ഒടിഞ്ഞുപോയ സ്വപ്നങ്ങളെയും മുറിവേറ്റ ഹൃദയത്തെയും നമ്മുടെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. നമ്മളെ പൂർണ്ണമായി സൗഖ്യമാക്കുവാൻ അവൻ്റെ ഒരു വാക്കിന് സാധിക്കും. അവൻ്റെ സ്നേഹം നമ്മളെ വിട്ട് ഒരിക്കലും പോവുകയില്ല. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട യേശുവേ, സ്വർഗീയ പിതാവേ, ഈ സുപ്രഭാതത്തിനായി നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, ഈ വചനം കേൾക്കുന്ന നിന്റെ മക്കളെയും ഈ വചനം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുന്ന മക്കളെയും ഈ സുപ്രഭാതത്തിൽ, ഈ നിമിഷത്തിൽ നീ അനുഗ്രഹിക്കണമേ. നിന്റെ ചെറിയന്മരയിൽ അവരെ മറച്ചു കൊള്ളണമേ. ഒരു അന്ധകാര ശക്തി അവരെ തുടരുതേ കർത്താവേ. അവരുടെ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും പൂർണ്ണമായി നിന്റെ തൃപ്പാദത്തിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, പലപ്പോഴും ഞങ്ങൾ നിന്നെ മറന്നുപോയി, എങ്കിലും നിന്റെ കരുണ ഇത്രത്തോളം ഞങ്ങളെ വഴി നടത്തി ഞങ്ങളെ പരിപാലിച്ചു. കർത്താവേ, ഞങ്ങൾക്ക് നിന്നെക്കൊണ്ട് ആവശ്യമുണ്ട്. ഞങ്ങളുടെ ഭാരങ്ങൾ, ഞങ്ങളുടെ പ്രയാസങ്ങൾ, ഞങ്ങളുടെ രോഗങ്ങൾ, ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്തുള്ള എല്ലാ പ്രശ്നങ്ങളും, ഞങ്ങളുടെ പങ്കാളികളായിട്ടുള്ള പ്രശ്നങ്ങൾ, ഞങ്ങളുടെ മക്കളായിട്ടുള്ള പ്രശ്നങ്ങൾ, ഞങ്ങളുടെ മാതാപിതാക്കളായിട്ടുള്ള പ്രശ്നങ്ങൾ, ഞങ്ങളുടെ സഹോദരങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ, അനേക പ്രശ്നങ്ങളിലൂടെ ഞങ്ങൾ ഓരോരുത്തരും കടന്നു പോകുന്നു കർത്താവേ. ഞങ്ങളുടെ ജോലിയിലുള്ള പ്രശ്നങ്ങൾ എല്ലാം ഞങ്ങൾ നിന്റെ തൃപ്പാദത്തിലേക്ക് ഭരമേൽപ്പിക്കുന്നു. അപ്പാ, നിനക്ക് ഞങ്ങളെ സഹായിക്കാൻ കഴിയും. നിനക്ക് ഞങ്ങളെ അനുഗ്രഹിപ്പാൻ കഴിയും. ഞങ്ങൾക്ക് സമാധാനം തരുവാൻ നിനക്ക് മാത്രമേ സാധിക്കൂ. പൂർണ്ണമായി ഞങ്ങളെ നിന്റെ തൃപ്പാദത്തിലേക്ക് ഭരമേൽപ്പിക്കുന്നു. നീ ഞങ്ങളെ ചികിത്സിക്കാൻ വന്നവനാണ് കർത്താവേ. അനേകായിരങ്ങളെ സൗഖ്യമാക്കിയവനാണല്ലോ നീ. ഇത്രത്തോളം ഞങ്ങളെ കാത്തു പരിപാലിച്ചവനാണല്ലോ നീ. എങ്കിലും കർത്താവ്, പലപ്പോഴും നിന്നെ വിട്ട് ഞങ്ങൾ മാറിപ്പോയി. നീ കാണിച്ചു തന്ന വഴിയിലൂടെ ഞങ്ങൾ നടന്നില്ല. ഞങ്ങളുടെ ഇഷ്ടത്തിന് നടന്നു ഈ ലോകത്തിന് മുകളിൽ മുഴുവൻ ഞങ്ങൾ ജീവിച്ചു. എങ്കിലും കർത്താവേ, നീ കൈവിടാതെ ഇത്രത്തോളം ഞങ്ങളെ കാത്തു പരിപാലിച്ചു. പലപ്പോഴും ഞങ്ങൾക്ക് ഡൗട്ട് തോന്നിയിട്ടുണ്ട് കർത്താവേ, നീ ഉണ്ടോ, നീ പോയോ, നീ ഞങ്ങളെ സഹായിക്കാത്തത് എന്താ എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. അടിയങ്ങളോട് പുറക്കിടമേ. നീ കാരുണ്യവാനാണ്. ഇതൊന്നും കണക്കിലെടുക്കാതെ ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചു, ഞങ്ങളെ പരിപാലിച്ചു. ഞങ്ങളുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് ഞങ്ങളോട് കൂടെ ഇരുന്നു കർത്താവേ. പൂർണ്ണമായി നിന്റെ തൃപ്പാദത്തിലേക്ക് അടിയങ്ങളെ തന്നെ സമർപ്പിക്കുന്നു, ഭരമേൽപ്പിക്കുന്നു കർത്താവേ. നിന്റെ കൃപ ഞങ്ങളിൽ ഓരോരുത്തരിലും ഇപ്പോൾ തന്നെ വ്യാപരിപ്പിക്കണമേ കർത്താവേ. നിന്റെ കൃപ, നിന്റെ പരിശുദ്ധാത്മാവനാൽ ഞങ്ങൾ ഓരോരുത്തരെയും സൗഖ്യമാക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും നീ നൽകണമേ. ഞങ്ങൾ പോകുന്ന വഴികളെ നീ കാണിച്ചു തരണമേ. ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നീ ക്രമപ്പെടുത്തണമേ കർത്താവേ. ഞങ്ങൾ വിഷമിച്ചിരിക്കുകയാണല്ലോ നാഥ, നിനക്ക് മാത്രമേ ഞങ്ങളെ സഹായിപ്പാൻ കഴിയുള്ളൂ കർത്താവേ. ഞങ്ങൾ തകർന്നിരിക്കുന്നവരാണല്ലോ നാഥ. ഞങ്ങൾ ഈ ലോകത്തിൽ വേറെ ആർക്കും ഞങ്ങളെ സഹായിപ്പാൻ കഴിയില്ലല്ലോ നാഥ. നിനക്ക് മാത്രമേ ഞങ്ങളെ സഹായിപ്പാൻ കഴിയൂ കർത്താവേ. ഞങ്ങളെ ഒരുക്കണമേ, ഞങ്ങളെ പ്രാപ്തരാക്കണമേ. നീ ഞങ്ങളെ സൗഖ്യമാക്കണമേ, ഞങ്ങളെ ചേർത്ത് നിർത്തണമേ കർത്താവേ. നിന്നിൽ ആശ്രയിച്ച് ശിഷ്ടജീവിതം കഴിച്ചു കൂട്ടുവാൻ, നീ കാണിച്ചു തരുന്ന വഴിയിലൂടെ നടപ്പാൻ, നിന്റെ ശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം വൻകൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിപ്പാൻ കർത്താവേ, മകളെ കണ്ട് ഈ മക്കളെ കണ്ട് ജീവിപ്പാൻ തക്കവണ്ണം മറ്റുള്ളവർക്ക് ഒരു ആരോഗ്യം നൽകി ഞങ്ങളെ പരിപാലിക്കണമേ കർത്താവ്. നിന്റെ കൃപ നൽകി ഞങ്ങളെ പരിപാലിക്കുക. ഞങ്ങൾ മാതൃകാപരമായി ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ കർത്താവ്. സമർപ്പിക്കുന്നു. ഈ മക്കൾ ഓരോരുത്തരെയും നീ അഭിഷേകം ചെയ്യണമേ. അവരുടെ എത്ര വലിയ ആവശ്യങ്ങളായിരുന്നാലും കർത്താവേ, നിന്റെ കൃപ മൂലം അവർക്ക് നീ അഭിഷേകം ചെയ്യണമേ. അവരുടെ എല്ലാ ആവശ്യങ്ങളെയും, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും നിന്റെ തൃപ്പാദത്തിലേക്ക് ഈ നിമിഷം സമർപ്പിക്കുന്നു. നിന്റെ മക്കൾ ഓരോരുത്തരും ആയിരിക്കുന്ന അതേ മേഖലകളിൽ കർത്താവേ, നിന്റെ അത്ഭുത കരങ്ങൾ നീട്ടി അവരെ സൗഖ്യമാക്കണമേ. ആശ്വാസം നീ കൊടുക്കണമേ, അഭിഷേകം ചെയ്യണമേ, നീ നിറയ്ക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിനാൽ അവരെ സൗഖ്യമാക്കണമേ. നിന്റെ ഹൃദയ സമാധാനം നീ അവർക്ക് കൊടുക്കണമേ. പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഇറങ്ങി നിങ്ങൾ അനുഗ്രഹിച്ചതിനായ സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി ജപിച്ച യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുക. അവർക്ക് കൂടി ദൈവാനുഗ്രഹം ലഭിക്കുവാൻ അത് ഉതകുമാറ്. താങ്ക് യു.